നമസ്തേ. ജനം സൺഡേ ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് ഒരു സ്ത്രീ മരിക്കുന്നു. വകുപ്പുകളുടെ അനാസ്ഥയിൽ ഒരു കുട്ടിക്ക് വൈദ്യുതാഘാതമേറ്റ് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാകുന്നു. സ്കൂൾ വളപ്പിൽ ആ കുട്ടി മരിച്ച് 48 മണിക്കൂർ കഴിയുമ്പോൾ പൊതുനിരത്തിൽ വൈദ്യുതി കമ്പി പൊട്ടി വീണ് മറ്റൊരു 19കാരൻ മരിക്കുന്നു. റോഡിലെ കുഴികളിൽ വീണ് അവസാനിക്കുന്ന ജീവിതങ്ങളും ഇങ്ങനെ നിരവധിയാണ്. എല്ലാം ഒറ്റപ്പെട്ട സംഭവം എന്ന ഒറ്റ വാചകത്തിൽ ഒതുക്കി കൈ കഴുകുന്ന ഒരു ഭരണ സംവിധാനം. എന്ന് തീരും നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ അപാകതകൾ? ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികൾ BJP പ്രതിനിധിയായി അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ, കോൺഗ്രസിന്റെ പ്രതിനിധിയായി പ്രൊഫസർ റോണി കെ ബേബിയൊപ്പം LDFന്റെ പ്രതിനിധിയായി അഡ്വക്കേറ്റ് സതീഷ് വസന്ത് എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ശ്രീ സതീഷ് വസന്തിലേക്ക്. ശ്രീ സതീഷ് വസന്ത്, എന്തുമാത്രം അനാസ്ഥകളാണ് വകുപ്പുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അതിന് പിന്നിലേക്ക് പോവുകയാണെങ്കിൽ നിരവധി വേറെയുമുണ്ട് കഥകൾ. ശ്രീ സതീഷ് വസന്ത്, എന്തുമാത്രം അനാസ്ഥകളാണ് വകുപ്പുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അതിന് പിന്നിലേക്ക് പോവുകയാണെങ്കിൽ നിരവധി വേറെയുമുണ്ട് കഥകൾ. പക്ഷേ ഏറ്റവും ഒടുവിലായി കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവും അതിനുശേഷം കൊല്ലം തേവലക്കര സ്കൂളിൽ നഷ്ടപ്പെട്ട മിഥുൻ്റെ ജീവനും ഇന്ന് രാവിലെ നെടുമങ്ങാട് വൈദ്യുതി പോസ്റ്റ് പൊട്ടി തറയിൽ വീണുണ്ടായ റോഡിലേക്ക് വീണുണ്ടായ ആ അപകടത്തിൽ മരിച്ച 19കാരനായ അക്ഷയ്. ഇവിടെ എല്ലാം നേരത്തെ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞ സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങളാണ്. പക്ഷേ ഈ സിസ്റ്റങ്ങളൊക്കെ ആര് പരിഹരിക്കും എന്ന് അവസാനിക്കും? സാധാരണക്കാരൻ്റെ ജീവന് വിലയുണ്ട് എന്നിവർ മനസ്സിലാക്കും. നോക്കൂ, ഇന്ന് നടന്ന ഒരു കാലത്ത് നടന്ന ഒരു സംഭവം നെടുമങ്ങാട്ട് എന്ന് വളരെ ദാരുണമായ സംഭവമാണ്. നോക്കലോണി, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സിസ്റ്റം നിങ്ങൾ ബഹുമാനപ്പെട്ട വീണ ജോർജ് പറഞ്ഞതിൻ്റെ ഒരു ഇത് വെച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഈ സിസ്റ്റത്തിൻ്റെ കാലാകാലങ്ങളിൽ ഈ വൈദ്യുതി കമ്പിയൊക്കെ വലിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഇപ്പം നെടുമങ്ങാടിനെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാമായിരിക്കും. ഇപ്പം അത് കടന്നു പോകുന്നതെല്ലാം വളരെ ഒരു വനമേഖല പോലത്തെ സ്ഥലങ്ങളാണ് കടന്നു പോകുന്നത്. രണ്ട് സൈഡിലും തിക്കും വന്നിട്ടുള്ള മരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ മരങ്ങളൊക്കെ ഒന്ന് വെട്ടിമാറ്റിക്കൊണ്ട് പോകാമെന്നുള്ളത് ഒരു കണക്കിന് നിങ്ങൾ പറഞ്ഞേക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോഴെന്ന് പറയുന്നത് ഈ കാലാവസ്ഥ ഒന്നാമത് കാലാവസ്ഥ വ്യതിയാനം വന്നിട്ടുണ്ട്. അതിലുപരി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയാണ്. വളരെ ശക്തമായ കാറ്റും മഴയും ഉള്ള സമയമാണ് ഈ സമയം. അപ്പോൾ അവിടെ ഒരു ദാരുണമായ സംഭവം എന്നത് നിങ്ങൾ പറയും പോലെ അതൊരു സിസ്റ്റത്തിൻ്റെ കുഴപ്പമല്ല. ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ ലൈനിൽ പോകുമ്പോഴത്തേക്ക് ആ ലൈന് പൊട്ടി വീഴുന്നൊന്നും നമുക്കൊന്നും അറിഞ്ഞുകൂടാ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി അനുസരിച്ച് ഒരു ലൈൻ കമ്പി പൊട്ടി വീഴുന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് കട്ടാവും. ഈ ലൈന് കട്ടാവേണ്ടതാണ്. നിർഭാഗ്യവശാൽ അത് കട്ടായിട്ടില്ല. നിങ്ങളിപ്പം പറയുന്നത്, നിങ്ങളിപ്പം മെഡിക്കൽ കോളേജിൻ്റെ കേസ് പറയുന്നു. ഇന്നലെ നടന്ന മിഥുൻ്റെ കൊല്ലത്ത് കിടന്ന മിഥുൻ്റെ കാര്യം പറയുന്നു. ഇതെല്ലാം നിങ്ങൾ പറയുന്ന വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യം എങ്ങനെയാണ് വരണമെന്ന് എനിക്കറിഞ്ഞൂടാ. ഇത് കാലാകാലങ്ങളിൽ ഈ ലൈന് വലിച്ചിട്ടുള്ള അങ്ങനെയാണ് രോഹിണി. വളരെ സെൻഷ്യസായിട്ടുള്ള ലൈനുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം പുതിയ ലൈനുകൾ ഈ വനമേഖലയിലൊക്കെ ആകുമ്പം ഈ അർദ്ധരാത്രി അല്ലെങ്കിൽ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോഴത്തേക്ക് അർദ്ധരാത്രിയൊക്കെയാണ് ഈ ലൈനുകൾ പൊട്ടി വീഴുന്നത്. അപ്പോൾ ഇന്ന് നടന്നത് വളരെ ഒരു ഉദാഹരണമാണ്. അത് സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണോ എന്ന് എങ്ങനെ പറയും? അത് സിസ്റ്റത്തിൻ്റെ കുഴപ്പമില്ല. ലൈനുകൾ നമ്മൾ വലിക്കുന്നത്. ഇപ്പം ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ തൊട്ടടുത്ത് ലൈനുകളെ കാണിച്ചുകൊണ്ട് നിങ്ങൾ ഒരു പ്രക്ഷേപണം നടത്തുന്നത് കണ്ടു. എല്ലാ സ്ഥലത്തും ഈ ലൈനുകൾ പ്രോപ്പറായിട്ട് പോകാനുള്ള സംവിധാനം ഇല്ല. കേരളത്തിലല്ല, ഇന്ത്യക്കകത്ത് ഒരു സംസ്ഥാനങ്ങളും അങ്ങനെയില്ല. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നിട്ട് നമ്മൾ ഇപ്പം പുതിയ പദ്ധതി പ്രകാരം അതെല്ലാം അണ്ടർഗ്രൗണ്ടിലോട്ട് പോയിട്ടുണ്ട്. പക്ഷേ പല സ്ഥലങ്ങളിലും ഇങ്ങനെയല്ല. അത് കാലാകാലങ്ങളിൽ ഇങ്ങനെ ലൈനുകൾ വലിച്ചിട്ടുള്ളതിന് അത് ഈ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ വൈദ്യുതി മന്ത്രിയുടെയോ ഒന്നും കുഴപ്പമല്ല. അത് ആ ജീവനക്കാരെയും കുഴപ്പമില്ല ഞാനിത് പറയുന്നത്. ഇപ്പം ജീവനക്കാരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് ആ ലൈന് പോവേണ്ട വേറെ വഴിയില്ല. ഇപ്പം നെടുമങ്ങാട്ട് വേറെ ഏത് വഴിയാണ്? അണ്ടർഗ്രൗണ്ട് വഴി നമുക്ക് പോകാൻ പറ്റുമോ? ഒന്നും പോകാൻ പറ്റില്ലല്ലോ. ഈ മരം ഒടിഞ്ഞു വീഴുന്ന വൈദ്യുതി ലൈൻ പൊട്ടി വീഴുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇല്ലയെന്നല്ല. നിങ്ങൾ പറയുമ്പം പറയും ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവം ആണ്.
ഇത് വളരെ ജാഗ്രതയായിട്ട് കൈകാര്യം ചെയ്യേണ്ട, അല്ല നമ്മൾ ഇന്നത്തെ സിറ്റുവേഷനിൽ ഈ ലൈനുകളൊക്കെ ഇങ്ങനെ നമുക്ക് വലിച്ചിട്ടുള്ളൂ. താങ്കൾ ഇപ്പോൾ പറഞ്ഞു ഇതെല്ലാം വളരെ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് എന്നുള്ളത്. അതുതന്നെയാണ്, ആരാണ് ഇത് ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടത്? താങ്കൾ ഇപ്പോൾ ഈ വൈദ്യുതി കമ്പികളുടെ കാര്യം പറഞ്ഞല്ലോ. എന്തിന് നമ്മുടെ പൊതുനിരത്തിലുള്ള കുഴികൾ ആരാണ് നികത്തേണ്ടത്? അതും ജീവനക്കാർ അതിൽ യാതൊരു അവർക്ക് കഴിയില്ലാത്തത് കൊണ്ടാണ് എന്നാണോ പറയുന്നത്? കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതല്ലേ ഒരു ജീവൻ നിലത്ത് റോഡിൽ പൊലിയുന്നത്. അല്ല, നിങ്ങൾ പറയുന്നത് നോക്കൂ, ഇന്നത്തെ കാലാവസ്ഥ, കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥ വളരെ വ്യത്യാസം നോക്കൂ. ധോണിക്ക് തന്നെ അറിയാം, ഇപ്പം കുറേ ദിവസം കൊണ്ട് തന്നെ എല്ലാ മാസങ്ങളിലും നല്ല മഴകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ മഴ ഒന്ന് മാറിയാലോ ടാർ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ 100% നമ്മളെല്ലാം ശരി എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. അത് ഈ റോഡുകൾ ഇട്ട് വരുമ്പോഴത്തേക്കായിരിക്കും പുതിയ കണക്ഷനിൽ വരുന്നത്. ഈ പുതിയ കണക്ഷൻ കൊടുക്കാത്തതുകൊണ്ട് വാട്ടർ അതോറിറ്റിയിലായിരുന്നാലും ഇലക്ട്രിസിറ്റി ബോർഡായിരുന്നാലും ഡ്രെയിനേജ് സിസ്റ്റം ആയിരുന്നാലും ഇതുവഴിയാണ് കടന്നു പോകുന്നത്. അത് കൊടുക്കാത്തതുകൊണ്ട് അവർ കോടതികളിൽ പോന്നു. ഈ കോടതിയിൽ നിന്നുള്ള ഒരു ഉത്തരവ് മാറ്റിക്കൊണ്ട് വന്ന് വരുമ്പോൾ മാത്രമാണ് ഈ റോഡ് കട്ടിങ്ങിനുള്ള ഇത് കൊടുക്കുന്നത്. ആ സമയത്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ഈ റോഡുകളൊക്കെ ടാർ ചെയ്തിട്ടുള്ള സമയങ്ങളായിരിക്കും. ഇതുപോലെ പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാം 100% ശരിയെന്നല്ല ഞാൻ പറയുന്നത്. നമ്മളെ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ വ്യതിയാനം അതും കൂടി മനസ്സിലാക്കി വേണം നമ്മൾ ചർച്ച ചെയ്തിരിക്കാൻ. അതെ, തീർച്ചയായും. അതുകൊണ്ടാണല്ലോ ആ മിഥുൻ തേവലക്കര സ്കൂളിൽ പിടഞ്ഞു വീണ് മരിച്ചപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നം, അതോടൊപ്പം ആര് പറഞ്ഞു ആ ഷെഡിന് മുകളിൽ കയറാൻ? കുട്ടികൾ നിലത്തു നിന്നല്ലേ കളിക്കുന്നത്, അല്ലെങ്കിൽ തന്നെ നഷ്ടപരിഹാരം കൊടുത്തല്ലോ, 3 ലക്ഷവും 5 ലക്ഷവും ഒക്കെ കൊടുത്തല്ലോ, വീട്ടിൽ ഉള്ളവർക്ക് ജോലി നൽകിയല്ലോ എന്നുള്ള കാര്യം ബിന്ദുവിൻ്റെ കാര്യത്തിലടക്കം ഇങ്ങനെ ഓരോ ന്യായീകരണങ്ങൾ പറഞ്ഞു മന്ത്രിമാർ നീങ്ങുന്ന കാഴ്ചയാണ്. അല്ലാതെ ഇതിനെന്ത് പരിഹാരം കാണാമെന്ന് ഒരിക്കലും അവർ ചിന്തിക്കുന്നേയില്ല. അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ, ഇവിടെ ഭരണ സംവിധാനങ്ങളൊക്കെ എപ്പോഴായിരിക്കും ഇതിൽ മേലൊരു ജാഗ്രത കൊണ്ടുവരിക? തുടരെ ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, പുതിയ ന്യായീകരണങ്ങളുമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും ഇത്തരം മരണങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനാണോ കേരളം ഇനിയും കാത്തിരിക്കുന്നത്? കേരളത്തില് ഇപ്പോൾ നടക്കുന്ന ഭരണം ട്രേഡ് യൂണിയനുകളുടെ ഭരണമാണ്. ഈ CPIM-നോ അല്ലെങ്കിൽ പിണറായി വിജയനോ ഇലക്ട്രിസിറ്റി മന്ത്രിക്കോ ഒന്നും അവിടെ ഒരു അധികാരവുമില്ല. ട്രേഡ് യൂണിയൻ തീരുമാനിക്കും, ട്രേഡ് യൂണിയൻ അങ്ങ് ഭരിക്കുകയാണ്. ഇലക്ട്രിസിറ്റി വകുപ്പില് മഴ വരും എന്നുള്ളത്, ഇലക്ട്രിസിറ്റി വകുപ്പിനെ ബാധിക്കും എന്നുള്ളത് കണ്ടെത്താൻ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? മഴക്കാലമാണിത്, എല്ലാ വർഷവും മഴക്കാലമാണ് ഈ സമയം. അപ്പോൾ മഴക്കാലത്ത് ചെയ്യേണ്ട മുൻകരുതലുകൾ എടുക്കാൻ അവിടെ ഇഷ്ടം പോലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇതിലൊരൊറ്റ ഉദ്യോഗസ്ഥർ പണിയെടുക്കുന്നുണ്ടോ? അവരെന്താ ചെയ്യുന്നത്? അവർ ചെയ്യേണ്ട ജോലി അവർ വേറെ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കും. അവരെന്താ ചെയ്യുന്നത്? അവരത് സ്വകാര്യ മേഖലയെ ഏൽപ്പിക്കും. അങ്ങനെ പണിയെടുക്കേണ്ടവൻ പണിയെടുക്കാതെ ശമ്പളം മാത്രം മേടിക്കുകയും എന്നിട്ട് അവന്റെ കീഴിൽ താൽക്കാലിക ജീവനക്കാരെ വെച്ച് അവനെ കൊണ്ട് പണിയെടുപ്പിക്കുകയും ചെയ്യും. അവനെന്താ ഉത്തരവാദിത്വം? അവന് കിട്ടുന്ന പൈസയ്ക്കുള്ള ജോലി ചെയ്തു എന്ന് വരുത്തും, അത്രേ ഉള്ളൂ. അതല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ കേരളത്തിൽ മഴക്കാലമാണെന്നും കേരളത്തിലെ വൈദ്യുതി ലൈനുകൾ കടന്നു പോകുന്നത് മരച്ചില്ലകൾക്കിടയിലൂടെയാണെന്നും കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ അപകടമുണ്ടാകുമെന്നും ഇവിടെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അത് ഉത്തരവാദിത്വപൂർവ്വം ചെയ്യുന്നില്ല. ചെയ്യിക്കാൻ സർക്കാരിന് പ്രാപ്തിയില്ല. സർക്കാർ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് ട്രേഡ് യൂണിയന്റെ മുമ്പിൽ. അപ്പൊ ട്രേഡ് യൂണിയൻ ഇല്ലെങ്കിൽ സർക്കാരില്ല. കാരണം ഈ ട്രേഡ് യൂണിയനുകളെ പിരിച്ചുണ്ടാക്കുന്ന പണം കൊണ്ടും ട്രേഡ് യൂണിയന്റെ അധികാരം കൊണ്ട് ഉള്ള ജനപിന്തുണയിലുമാണ് സർക്കാർ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ട്രേഡ് യൂണിയൻ ഇഷ്ടം പോലെ തോന്നിവാസം ചെയ്യും. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാമല്ലോ, വൈദ്യുതി കേരളത്തിൽ ഉണ്ടാക്കുന്നത് വെള്ളത്തിൽ നിന്ന്, പച്ചവെള്ളത്തിന് 10 പൈസ പോലും കൊടുക്കണ്ട. അത് ഇവിടെ ശരിയായിട്ട് ഉത്പാദിപ്പിക്കുന്നില്ല. മേഖലകൾ മുഴുവൻ നഷ്ടത്തിലാണ്. എന്നിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് നഷ്ടത്തിലാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ കൽക്കരി കത്തിച്ചും നാഫ്ത കത്തിച്ചും ഡീസൽ കത്തിച്ചും ആണവം ആയിട്ടുള്ള ചെലവുകൾ ചെയ്തും ഉണ്ടാക്കുന്ന വൈദ്യുതി വിലയ്ക്ക് വാങ്ങിക്കുകയാണ്. അവിടെ മുഴുവൻ കൊള്ളയാണ്, കമ്മീഷനാണ്. ഈ കമ്മീഷൻ അടിക്കാൻ വേണ്ടി കേരളത്തിലെ വൈദ്യുതി ഉൽപാദനം തടസ്സപ്പെടുത്തിയിട്ട് ട്രേഡ് യൂണിയനിസം കൊടി കുത്തി വാഴുമ്പോൾ ഭരണം എന്ന് പറയുന്നത് നോക്കുകുത്തിയായി പോവുകയാണ്. ഇതാണ് ഈ പറഞ്ഞ ദുരന്തത്തിന്റെ അടിസ്ഥാനപരമായ കാരണം. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഒറ്റ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. സകല ബോർഡിലും ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഭരിക്കാനുള്ള ഇച്ഛാശക്തിയും ആജ്ഞാശക്തിയും ഒന്നും കേരളം ഭരിക്കുന്ന മന്ത്രിസഭയ്ക്കോ മുഖ്യമന്ത്രിക്കോ ഇല്ല എന്നുള്ളിടത്താണ് തിരുത്തപ്പെടേണ്ടത്. ജനങ്ങൾ പിഴഞ്ഞു മരിക്കുമ്പോൾ എല്ലാം ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയും. ഒറ്റപ്പെട്ട സംഭവം ഇല്ലാത്ത ഒരു ഒറ്റ ദിവസം കാണിക്കാമോ? ചില ദിവസങ്ങളിലൊക്കെ ഒന്നിൽ കൂടുതൽ ഒറ്റപ്പെട്ട സംഭവമാണ്.
അപ്പോൾ ഒറ്റപ്പെട്ട എന്ന് പറഞ്ഞത് കൊണ്ടോ, കാലാവസ്ഥയാണ്, കാറ്റാണ്, മഴയാണ്, മരച്ചില്ലയാണ് എന്ന് പറയുന്നത് കൊണ്ടോ അതൊക്കെ കൈകാര്യം ചെയ്യാനാണ് ഭരണകൂടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനാണ് മന്ത്രിയും മന്ത്രിസഭയും ഉദ്യോഗസ്ഥരും ഉള്ളത്. അതിനാണ് ഇവർക്കൊക്കെ വാരിക്കോരി ശമ്പളം കൊടുക്കുന്നത്. പക്ഷേ അത് നടപ്പാക്കാൻ കഴിവില്ല എങ്കിൽ ഭരണപരമായ പരാജയം തന്നെയാണ്. റോഡിലെ കുഴികളുടെ കാര്യമാണെങ്കിലും, കെട്ടിടം ഇടിഞ്ഞു വീഴുന്നതാണെങ്കിലും, വൈദ്യുതി മൂലമുണ്ടാകുന്ന മരണമാണെങ്കിലും, ഇതെല്ലാം തന്നെ ഭരണകൂടം എന്ന് പറയുന്നത് എന്തിനാണ്? ഇതൊക്കെ മേൽനോട്ടം വഹിക്കാനും ഇത് സുഗമമായി കൊണ്ടുപോകാനും വേണ്ടിയാണ്. അവിടെയാണ് ഭരണകൂടം പരിപൂർണമായി തകർന്നു വീണിരിക്കുന്നത്. അതിനെ മറച്ചു വെക്കാൻ യാതൊരു സ്ഥിതിവിവര കണക്ക് കൊണ്ടും മറ്റേതൊരു ന്യായീകരണം കൊണ്ടും സാധിക്കുകയില്ല. വസ്തുനിഷ്ഠമായി ഈ കാര്യങ്ങൾക്കെതിരെ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സേവനം കൊടുക്കാൻ സർക്കാരിന് കഴിയില്ല എങ്കിൽ സർക്കാരിന്റെ പരാജയമാണ് ഇതെന്ന് അംഗീകരിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ് വേണ്ടത്. പ്രൊഫസർ റോണി കെ ബേബി, ഇവിടെ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, അത് സ്കൂൾ തലം മുതൽ അങ്ങ് ഉന്നത വിദ്യാഭ്യാസം വരെ, അതോടൊപ്പം തന്നെ കാർഷിക മേഖല, ഇങ്ങനെ തീരാ ദുരിതമാണിപ്പോൾ സാധാരണക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഭരിക്കുന്ന വകുപ്പ് മന്ത്രിമാർ എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കെപ്പോഴെങ്കിലും വന്ന് മാധ്യമങ്ങളോട് നടന്ന സംഭവത്തിന്റെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്ന് പറയുന്നതല്ലാതെ കാര്യക്ഷമമായ ഒരു ഇടപെടലോ അല്ലെങ്കിൽ തുടർന്നുള്ള നടപടികളോ സ്വീകരിക്കുന്നത് കാണുന്നതേയില്ല. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് ഭരണത്തിലേറുമ്പോൾ ഈ ഭരണകൂടം എന്താണ് ചെയ്തത് ഇത്രയും വർഷമായിട്ട്, അല്ലെങ്കിൽ തുടർന്നുള്ള വർഷങ്ങളിൽ ഇവർ എന്ത് ചെയ്യുമെന്നുള്ളൊരു ആശങ്ക കൂടി നിഴലിക്കുകയില്ലേ സാധാരണക്കാർക്കിടയിൽ? വളരെ വേദനാജനകമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പോൾ ഈ ചർച്ചയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഒരു കാലത്ത് ലോകത്തിന് മുഴുവൻ മാതൃകയായിരുന്ന, ഇന്ത്യക്ക് മുഴുവൻ മാതൃകയായിരുന്ന, നമ്പർ 1 എന്ന് അവകാശപ്പെട്ടിരുന്ന കേരളം ഇന്ന് എല്ലാ മേഖലയിലും പുറകോട്ട് പോവുകയാണ്. ഞാനത് പറയാൻ വേണ്ടി എന്റെ മനസ്സിലുണ്ടായിരുന്നതല്ല. പക്ഷെ ഇപ്പൊ രോഹിണി അത് ചോദിച്ചപ്പോൾ വിദ്യാഭ്യാസ മേഖല, ഉന്നത വിദ്യാഭ്യാസ മേഖല, കേരളത്തിലെ വിവിധ സർവകലാശാലകളിലായി 2-2.5 ലക്ഷത്തോളം സീറ്റുകളുള്ളതിൽ പകുതി 1 ലക്ഷത്തിന് മുകളിൽ സീറ്റുകൾ വേക്കന്റ് ആണ്. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ, MG, കാലിക്കറ്റ്, കേരള, കണ്ണൂർ സർവകലാശാലകളിൽ പകുതി വിദ്യാർത്ഥികൾ അവരെന്നാ കോളേജിൽ പഠിക്കാൻ വരാത്തവരാണോ? അവർ കേരളം വിട്ടു പോവുകയാണ്. കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുക. ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ CUET എക്സാം ഉണ്ട്, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഇന്ത്യയിലെ മികച്ച 250 സർവകലാശാലകൾ അഡ്മിഷൻ നടത്തുന്നത് +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലല്ല, CUET പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. ഈ കഴിഞ്ഞ വർഷം മാത്രം 75,000 കുട്ടികളാണ് CUET വഴി കേരളത്തിന് പുറത്തേക്ക് പോയത്. അപ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല, നമ്മൾ ഏറെ കൊട്ടുഘോഷിക്കുന്ന, മികവിന്റെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ പിന്നോക്കം പോകുന്നത് കൊണ്ടല്ലേ ഇത്രയും കുട്ടികൾ നമ്മുടെ നാട് വിട്ടുപോകുന്നത്? എഞ്ചിനീയറിംഗ് കോളേജുകളുടെ അവസ്ഥ പറയേണ്ടതില്ല, അത് അവിടെ നിൽക്കട്ടെ. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ദുരന്തപരമായിട്ടുള്ള വൈദ്യുതി വകുപ്പുമായും ആരോഗ്യ വകുപ്പുമായും ഒക്കെ ബന്ധപ്പെട്ട ഈ കഴിഞ്ഞ 2 മാസത്തെ മാത്രം കേരളത്തിൽ നടന്ന സംഭവങ്ങൾ നോക്കുക. ജൂൺ ജൂലൈ മാസങ്ങളിൽ ആദ്യം ഇത് വലിയ രീതിയിൽ ജൂൺ മാസത്തിൽ ചർച്ച ചെയ്തപ്പോഴാണ് നിലമ്പൂരിൽ അവിടെ അനന്തു എന്ന് പറയുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പന്നിക്കടിയിൽ അകപ്പെട്ട് അവിടെ മരിക്കുന്നു. ആരുടെ അനാസ്ഥയായിരുന്നു? വൈദ്യുതി വകുപ്പിന്റെ അനാസ്ഥ. അവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ അവിടുത്തെ നാട്ടുകാർ മുഴുവൻ പറഞ്ഞു, അവിടെ കിലോമീറ്ററോളം നീളത്തിൽ പന്നിക്കണി, അവിടെ ഈ പറയുന്ന അനധികൃതമായി വൈദ്യുതി ചോർത്തിക്കൊണ്ട് പന്നിക്കടി ഒരുക്കുന്നുണ്ട്, അതിന്റെ നടപടി സ്വീകരിക്കണം. ഈ വൈദ്യുതി ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥൻ പോലും ആ നൽകിയ പരാതിയിന്മേൽ ഒരു നടപടി ഉണ്ടായില്ല. എന്ത് സംഭവിച്ചു? ഒരു വിലപ്പെട്ട ജീവൻ അവിടെ ഇല്ലാതായി. 2, മെഡിക്കൽ കോളേജിലേക്ക് വരിക. ബിന്ദു എന്ന് പറയുന്ന 52 വയസ്സുള്ള വീട്ടമ്മ, ആരുടെ നിരുത്തരവാദപരമായ സമീപനം? നിങ്ങൾ കൃത്യമായി ഇതൊക്കെ മനസ്സിലാക്കണം. ബിന്ദു മരിക്കുന്നത് വ്യാഴാഴ്ചയാണ് കൊല്ലപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ കെട്ടിടം ഇടിഞ്ഞു വീണ് മരണപ്പെടുന്നത്. അതിന്റെ തൊട്ടു തലേദിവസം ബുധനാഴ്ച കോട്ടയത്ത് CPM-ന്റെ മുതിർന്ന നേതാക്കളുടെ എല്ലാം കൂടെ ഒരു യോഗം ചേർന്നു, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി. ആ യോഗത്തിൽ ഏറ്റുമാനൂരിൽ നിന്ന് വന്ന CPM-ന്റെ പ്രതിനിധികൾ, ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും വാസ്തവവിരുദ്ധമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ രോഹിണിക്ക് ഉൾപ്പെടെ, ജനജീവിക്ക് ഉൾപ്പെടെ നിങ്ങളെ കോട്ടയത്തുള്ള മാധ്യമ സുഹൃത്തുക്കളോട് അന്വേഷിക്കാം, നിങ്ങളുടെ റിപ്പോർട്ടർമാരോട് അന്വേഷിക്കാം. ഇത് നടന്ന സംഭവം. ഏറ്റുമാനൂരിൽ നിന്നുള്ള പ്രതിനിധികൾ പറഞ്ഞു, അവിടെ പുതിയ സർജിക്കൽ ബ്ലോക്ക് 500 കോടിയോളം രൂപ മുടക്കി പണി തീർത്തിരിക്കുകയാണ്, മെയ് മാസം തന്നെ അത് റെഡിയാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ രോഗികൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തില്ല? വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രിയുടെ സൗകര്യത്തിന് വേണ്ടി, അവർക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി, അവര് ഒരു ജില്ലയിൽ വന്നാൽ 3-4 ഇടത്ത് ഒന്നിച്ച് ഉദ്ഘാടനം ചെയ്താണ് പോകുന്നത്. ഇപ്പോൾ കോട്ടയം ജില്ലയിലെ ഷെഡ്യൂൾ ആകുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാകും. ഇപ്പോൾ മന്ത്രിയുടെ സൗകര്യത്തിന് വേണ്ടി മാത്രം
2-3 മാസം പണി പൂർത്തീകരിച്ച് മുഴുവൻ സംവിധാനം പൂർത്തീകരിച്ച നമ്മുടെ ആ ദുരന്തമുണ്ടായ അന്ന് രാത്രിയിൽ ബിന്ദു മരണപ്പെട്ട അന്ന് രാത്രി 10 മണിക്ക് ഓർഡർ വന്നു. ഏതാ? ഈ പഴയ ബ്ലോക്കിലുള്ള അപകടത്തിൽപ്പെട്ട ബ്ലോക്ക് ഉൾപ്പെടെയുള്ള അവിടുത്തെ രോഗികളെ പുതിയ കെട്ടിടത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി. ആ ഓർഡർ ഈ മെയ് മാസം ഇറങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ബിന്ദു നമ്മുടെ ഒപ്പം ജീവനോടെ ഇന്ന് അവശേഷിക്കുമായിരുന്നു. ആരാണ് ഒരു ഉത്തരവാദി? സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തെ കുറിച്ച് ചർച്ച വന്നപ്പോഴാണ് ഡോക്ടർ ആരിഫ് ഹസൻ എന്ന് പറയുന്ന നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ വലിയ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉയർത്തിയപ്പോഴാണ് നമ്മുടെ ഈ ആരോഗ്യ മേഖലയൊക്കെ ഇന്ന് നേരിടുന്ന അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു മിഥുന്റെ സാഹചര്യം. അതിൻ്റെ അത് വളരെ കൃത്യമായി തന്നെ സ്കൂൾ അധ്യാപക പിന്നെ KSEB അറിയിച്ചിട്ടുണ്ട്. KSEB അവിടുത്തെ സ്കൂൾ മാനേജ്മെന്റിന്, കാരണം മാനേജ്മെന്റ് പെർമിഷൻ വേണം, ആ സ്കൂൾ മാനേജ്മെന്റിന് കത്ത് കൊടുത്തു. അവിടെ ഒരു പുതിയ ഇലക്ട്രിക്കൽ പോസ്റ്റ് ഇടണം, 2 ഭൂമിക്കടിയിൽ കൂടി കേബിൾ വരിക്കണം. അവരെന്ത് ചെയ്തു? ആ മാനേജ്മെന്റ് കമ്മിറ്റി CPM-ന്റെ നിയന്ത്രണത്തിലൊന്നും പറയാൻ പറ്റില്ല. CPM ഭരിക്കുന്ന, നിയന്ത്രണം എന്നുള്ള വാക്കല്ല, CPM ആ സ്കൂളിന്റെ ചുമതലക്കാരൻ CPM-ന്റെ സംസ്ഥാന സമിതി അംഗമാണ്. സ്കൂളിന്റെ മാനേജർ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി പിന്നെ സെക്രട്ടറിയാണ്. മറ്റൊരു സ്കൂൾ വികസന സമിതിയുടെ പ്രസിഡന്റ് മറ്റൊരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. ആ ഭരണസമിതി അംഗങ്ങളെല്ലാം എന്ന് പറയുന്നത് ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, പക്ക CPM-ന്റെ നിയന്ത്രണമുള്ള സ്കൂള്. അപ്പൊ ഇത്രയും അപകടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം പറയട്ടെ, നമ്മള് ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലാഞ്ഞിട്ടാണോ? ഈ ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 2000-ലാണ് കേരളത്തിൽ ഏറ്റവും ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. അന്ന് മഞ്ചേശ്വരത്ത് വിദ്യാബോധിനി സ്കൂളിലേക്ക് പോകുന്ന 6 കുട്ടികളാണ്, 1, 2, 3 ക്ലാസ്സുകളിൽ പഠിക്കുന്ന 3 ആൺകുട്ടികളും 3 പെൺകുട്ടികളും 6 കുട്ടികളാണ് സ്കൂളിന്റെ വളപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവിടെ പൊട്ടി വീണ വൈദ്യുതി കമ്പിയിൽ തട്ടി മരിച്ചത്. 6 കുട്ടികൾ ഒന്നിന് പിറകെ ഒന്നായി. അപ്പൊ അത് വല്ലാതെ കേരളത്തെ പിടിച്ചുലയ്ക്കുണ്ടായി. അന്ന് മുതൽ വളരെ കൃത്യമായി തന്നെ ഓരോ പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് വളരെ കൃത്യമായി തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഉൾപ്പെടെയുള്ള മേൽനോട്ടം ഉണ്ടാവണം, അവിടെ ഓഡിറ്റിംഗ് ഉണ്ടാവണം, പരിശോധന ഉണ്ടാവണം. ഇവിടെ തന്നെ നോക്കുക, ഈ മാസം മെയ് 13-ാം തീയതി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരവ് സ്കൂളുകളിൽ എത്തിയിട്ടുണ്ട്. മെയ് മാസം 13-ന് ആ ഉത്തരവിൽ 9-ാം നമ്പറായി കൃത്യമായി പറയുന്നുണ്ട്, സ്കൂൾ കോമ്പൗണ്ടിലുള്ള ഇലക്ട്രിസിറ്റി ലൈനുകൾ ഇലക്ട്രിക് ലൈനുകൾ അതെല്ലാം കൃത്യമായി അതിന്റെ ഇപ്പോഴുള്ള ഗുണനിലവാരം പരിശോധിച്ച് അപകടാവസ്ഥയിലാണെങ്കിൽ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. നമ്മുടെ റെയിൽവേ ട്രാക്കിലൂടെയൊക്കെ എത്ര മണിക്കൂർ ഇടപെട്ടതിന് എന്ത് ചെയ്യും? അവിടെ അതുമായി ബന്ധപ്പെട്ട റെയിൽവേ ട്രാക്കിൽ എന്തെങ്കിലുമൊക്കെ അപകട സാധ്യത ഉണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇതുപോലെ ഈ ഗവൺമെന്റ് ജയസൂര്യൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച വളരെ പ്രസക്തമായ കാര്യമാണ്. ഇത്രയും ഭീമമായ ശമ്പളം മേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് ലൈനുകളിലേക്ക് ഒടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള മരങ്ങളുണ്ടാവും, വെട്ടിമാറ്റണം. അത് ആരുടെ ജോലിയാ? KSEB-യുടെ ജോലിയാ. നമ്മുടെ നിന്ന് ഓരോ യൂണിറ്റിനും എത്ര രൂപ മുടക്കി ഒരു ശരാശരി കുടുംബത്തിൽ പോലും 1000-1500 രൂപ പിന്നെ വെച്ച് ഇവിടെ ഭീമമായ വൈദ്യുതി ചാർജ് ഈടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ നികുതി പണം കൊണ്ട് നമുക്ക് സുരക്ഷ നൽകേണ്ട ബാധ്യത, ഞങ്ങൾ അപകടങ്ങൾ എവിടെയും ഉണ്ടാകാം, ഞാനതിൽ ഞാൻ നിസ്സാരമായിട്ട് കാണുന്നില്ല. കാരണം പക്ഷെ ഈ അപകടങ്ങൾ 2 രീതിയിലുണ്ടാവും. ഒന്ന് യാദൃച്ഛികമായിട്ടുള്ള ഉണ്ടാകുന്ന അപകടങ്ങൾ, 2 നമ്മൾ ചോദിച്ചു വാങ്ങുന്ന അപകടങ്ങൾ. ഇവിടെ പറഞ്ഞ 4 കേസിലും അത് ഈ പറയുന്ന ജൂൺ മാസത്തില് വന്ന നമ്മുടെ അനന്തുവിന്റെ കേസായിക്കോട്ടെ, കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിന്ദുവിന്റെ കേസായിക്കോട്ടെ, അല്ലെങ്കിൽ തേലക്കര സ്കൂളിലെ മിഥുന്റെ കേസായിക്കോട്ടെ, ഇന്നുണ്ടായ അക്ഷയന്റെ കേസായിട്ടുള്ള, ഞാൻ ഒറ്റ കാര്യം തന്നെ പറയട്ടെ, നമ്മൾ ഏറെ അവകാശപ്പെട്ടതാണല്ലോ കേരളത്തില് ഈ പറയുന്ന പേ വാക്സിൻ അല്ലെങ്കിൽ പേ വിഷബാധ അതിന് ഏറ്റവും നല്ല ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളം എന്ന് പറഞ്ഞത്. കഴിഞ്ഞ 2 വർഷം നമ്മൾ അറിയണം, 24 പേരാണ്, ഇത് ബഹുഭൂരിപക്ഷം കുട്ടികളാണ്, 24 പേരാണ് വാക്സിൻ എടുത്തിട്ടും ഈ പറയുന്ന പേ വിഷബാധയേറ്റ് മരിച്ചത്. എങ്ങനെ അതിന്റെ സാഹചര്യം ഉണ്ടാകുന്നു? വളരെ കൃത്യമാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നിയമസഭയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ 2025 മാർച്ച് മാസം 3-ാം തീയതി കേരള നിയമസഭയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴി കേരളത്തിൽ വിതരണം ചെയ്യുന്ന മരുന്നുകളിൽ ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നതും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞവയാണ്. അവയുടെ ഗുണനിലവാരം പരിശോധിക്കണം. കാരണം എന്താ പറയുക, ഇതിനകത്തൊക്കെ വലിയ ഭീമമായ അഴിമതിയാണ്. മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളാനിയാണ്. ഒരു അന്വേഷണം വന്നപ്പോൾ കണ്ടു, 3 കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ ഗോഡൌണുകളാണ് ഇവിടെ തീ പിടിച്ച് നശിക്കുന്നുണ്ടായത്, തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. കോവിഡ് കാലത്ത് തന്നെ 1000 കോടിക്ക് മുകളിൽ അഴിമതി നടന്നത്. എന്തോരം വലിയ കുറ്റഘോഷങ്ങളായിരുന്നു. അമേരിക്കയിൽ നിന്ന് വരെ എൻക്വയറി വരുന്നെന്ന് പറയുന്നത്. കേരളം എങ്ങനെയാണ് കോവിഡിനെ തടഞ്ഞു നിർത്തിയത്? ലോകാരോഗ്യ സംഘടന അവാർഡ് നൽകുന്നത്രേ, ഐക്യരാഷ്ട്രസഭ അവാർഡ് നൽകുന്നത്രേ. അതിനുശേഷമാണ് കണക്കുകൾ മൊത്തം പുറത്തു വന്നത്. 1040 കോടി രൂപയുടെ അഴിമതിയാണ് കോവിഡ് കാലത്ത് കേരളത്തിൽ നടന്നത്. നമ്മുടെ ആരോഗ്യ മേഖല തടിപ്പമായിരിക്കുന്നു. എന്താ പുതിയ കണക്കുകൾ? 700-ൽ പരം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ തകർച്ചയുടെ വക്കിലാണ്. ഇപ്പോൾ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ എത്ര സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കേരളത്തിൽ ഉണ്ട് എന്ന് വിവരാവകാശ നിയമപ്രകാരം ജൂൺ മാസം 3-ാം തീയതി അപേക്ഷ വെച്ചിട്ട് പോലും ഇതുവരെ ഒരു കണക്കുകളിലെ ഇവരുടെ കയ്യില്
അപ്പോൾ ഈ കെട്ടിടങ്ങളെല്ലാം തകർന്നു വീഴാറായി നിൽക്കുന്നു. ഇതിന് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസരം, എന്താ അതിന് പ്രശ്നം അറിയോ? സാമ്പത്തികം തന്നെ അതിന്റെ പ്രശ്നം. ബജറ്റിൽ കാര്യം അദ്ദേഹത്തിന്റെ കണക്ടിവിറ്റി നഷ്ടമായിരിക്കുകയാണ്. ശ്രീ റോണി കെ ബേബിയിലേക്ക് എത്താം. ശ്രീ സതീഷ് വസന്ത്, ഇവിടെ ഉത്തരവാദികൾ ആര് എന്നുള്ള ചോദ്യത്തിന് അത് ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ നടപ്പിൽ വരുത്താനോ ഇനിയൊരു ദുരന്തം ഉണ്ടാകരുത് എന്ന് പറയുന്നതിനോ വേണ്ടിയിട്ടുള്ള ആർജവം ഒരു മന്ത്രിക്ക് പോലും അല്ലെങ്കിൽ ഒരു വകുപ്പ് മേധാവിക്ക് പോലും ഉണ്ടാകുന്നേയില്ല എന്നുള്ളതാണ്. പകരം ഇങ്ങനെ എല്ലാ ദിവസവും ന്യായീകരണം മാത്രം നിരത്തിക്കൊണ്ടിരിക്കുകയാണ് പൊതുസമൂഹത്തിന് മുൻപിൽ. പൊതുജന താൽപര്യാർത്ഥം എന്ത് പ്രവർത്തികളാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും സർവത്ര അഴിമതിയും കെടുകാര്യസ്ഥതയും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കടുത്ത അനാസ്ഥയല്ലേ ഇത്രയധികം പേവിഷബാധ ഏറ്റ് കുഞ്ഞുങ്ങളടക്കം മരണപ്പെടാനിടയാകുന്ന സാഹചര്യത്തിലേക്ക് വരെ നയിച്ചിരിക്കുന്നത്? എന്ത് ഭരണമാണ് ഇവർ കാഴ്ചവെക്കുന്നത്? പ്രൊഫസർ റോണി പറഞ്ഞതെന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞത് ആരോഗ്യ മേഖലയെല്ലാം തകർച്ചയിലാണെന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് ശിശു മരണം ഇന്ത്യക്കകത്ത് ഏറ്റവും കുറവുള്ള ഒരു സംസ്ഥാനം ഏതാണ്? കേരളമാണ്. രോഹിണി, മാതൃശിശു മരണം ഏറ്റവും കുറഞ്ഞത് ഇവിടെയാണ്. അതുപോലെ തന്നെ പ്രസവാനന്തരം കുട്ടികളുടെ ശുശ്രൂഷ ഏറ്റവും കുറഞ്ഞ മരണമുള്ള ഒരു സംസ്ഥാനം ഇവിടെയാണ്. കേരളമാണ് രോഹിണി ഇന്ത്യക്കകത്ത്. ഇവിടെ ഓക്സിജൻ കിട്ടാതെ മരിക്കുന്ന ഏതെങ്കിലും ഹോസ്പിറ്റൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞത് ഇപ്പം പ്രൊഫസർ റോണി കെ പറഞ്ഞ എന്താണ്? നമ്മൾ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള ഇതിനു വേണ്ടിയാണ്. അതാണോ അവിടെ ആ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യാതിരിക്കുന്നത്? ആ ബ്ലോക്കിൽ ഒരു ഹോസ്പിറ്റൽ വരുമ്പോഴത്തേ ആ ബ്ലോക്കിന് ഒരു ഫെസിലിറ്റീസ് ഉണ്ട്. അവിടെ ഓക്സിജൻ സിലിണ്ടറിൻ്റെ ഇത് കൊടുക്കാനുള്ള സൗകര്യം വേണം, ആ ബെഡിൻ്റെ സൗകര്യം വേണം, ബാക്കി എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ ഉപരികാരനായിട്ട് വേണം. അതിൽ വരാത്തതുകൊണ്ട് മാത്രമാണ് അവിടെ ആ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യാത്തവരാണ്. ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് പോകല്. നമ്മൾ വസ്തുനിഷ്ഠമുള്ള കാര്യങ്ങൾ പറയൂ. എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തി കൊണ്ടുപോകാം. അത് LDF സർക്കാരിൻ്റെയും ഈ ഗവൺമെൻറ്റിൻ്റെയും ഒരു രീതിയാണ്. എവിടെയാണ് കുഴപ്പം വന്നിട്ട് ഇപ്പം നേരെ പറയുന്നല്ലോ, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അദ്ദേഹം താഴേക്കടയിൽ കൊടുത്തിട്ടുണ്ട്, നേരത്തെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്കൂൾ തുറക്കുന്ന മുമ്പേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണമെന്ന്. ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അവസാനം കൊടുക്കുന്ന ആരാണ്? ആ പഞ്ചായത്തല്ലേ. കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി. ആ പഞ്ചായത്ത് ഭരിക്കുന്ന ആരാണ്? അവിടെ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് പറയുന്നത്. ഇതൊക്കെ പറയുന്നതായിട്ട് മാനേജ്മെൻറ്റ് സ്കൂൾ, ഒരു മാനേജ്മെൻറ്റ് സ്കൂളിൽ ആ മാനേജ്മെൻറ്റ് അവിടുത്തെ ആൾക്കാർ പല പാർട്ടികളിലെ ആൾക്കാരെ കാണും. ചിലപ്പോൾ BJP കാണും, കോൺഗ്രസ് കാണും. പറയുന്നത് എന്താണ്? അവിടെ എല്ലാം CPM-ന്റെ നേതാക്കന്മാരുന്നു. CPM-ന്റെ നേതാക്കളാണെങ്കിൽ CPM ഭരണസമിതി തന്നെയായിരുന്നു. ഞാൻ ഒരു കാര്യം പറയാം, CPM-ന്റെ നേതൃത്വത്തിലുള്ള നടക്കുകയാണ് അല്ലല്ലോ. അവിടുത്തെ ഏരിയ കമ്മിറ്റിയോ ലോക്കൽ കമ്മിറ്റിയോ അല്ലെങ്കിൽ അവിടെ സംസ്ഥാന കമ്മിറ്റിയാണോ? ആ ഭരണസമിതിയിലുള്ള ആൾക്കാർ പല രാഷ്ട്രീയ പ്രവർത്തനത്തിലും കാണും. അത് ചിലപ്പോൾ ഞാനാണ് നേരത്തെ പറഞ്ഞത്, അവിടെ ഒരു മാനേജ്മെൻറ്റ് സ്കൂളാണോ അല്ലയോ? ആണല്ലോ. അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആരാണ്? അവിടുത്തെ പഞ്ചായത്തല്ലേ. ആ പഞ്ചായത്ത് ഭരിക്കുന്ന ആരാണ്? കോൺഗ്രസ് അല്ലേ. ആ കോൺഗ്രസ്സിന് അതിന് ഉത്തരവാദിത്തമില്ലേ? ഇദ്ദേഹം അങ്ങ് അടച്ച് ആക്ഷേപിച്ച് പറയുകയാണ്. ഞാൻ പറയുന്നത് രോഹിണി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു സംഭവം ഉണ്ടായാൽ മേലിൽ ആ സംഭവം ഉണ്ടാവാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഇപ്പം ഇന്നലെ കൊല്ലത്ത് മിഥുൻ മരിച്ചു. അവിടുത്തെ ലൈൻ എത്രയോ വർഷം കൊണ്ട് തൊട്ടപ്പുറത്തുള്ള അയൽവാസികൾ അവരൊന്നും അനുവാദം കൊടുത്തിട്ടില്ല ആ ലൈന് കടന്നു പോകാനുള്ളത്. നോക്കി ഇപ്പം ആ ലൈന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ദുരന്തം നമുക്ക് ഉണ്ടാവാതിരിക്കാനുള്ള സംവിധാനം ചെയ്യണം. ഇപ്പം നെടുമങ്ങാട്ട് ഇന്ന കാലത്ത് അവിടെ വലിയ മരമാണോ വീഴുന്നത്? അവിടെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നേച്ചർ കലാമിറ്റ്സ് നിങ്ങൾക്കറിയാലോ. നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ എന്ന് വെച്ചാൽ എല്ലാം വ്യതിയാനം വന്നിട്ടുണ്ട്. നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം വന്നിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലാത്ത കാറ്റുകളും മഴകളും ആണ് വരുന്നത്, വെള്ളപ്പൊക്കങ്ങളാണ് വരുന്നത്. എല്ലാ കാലാവസ്ഥ വ്യതിയാനങ്ങളും വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ദുരന്തം ഇന്ന് ആ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഞങ്ങളത് രാവിലെ തത്സമയം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ മരച്ചില്ല, റബ്ബറിൻ്റെ ഒരു മരച്ചില്ലയാണ് അതിന് പുറത്തേക്ക് വീണിരിക്കുന്നത്. ഈ ഇലക്ട്രിക് പോസ്റ്റ് നടുഭാഗത്ത് വെച്ച് പൊട്ടി നിലത്തേക്ക് പതിച്ചിരിക്കുകയാണ് റോഡിലേക്ക്. അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും ഞങ്ങളുടെ റിപ്പോർട്ടർ അടക്കം തത്സമയ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ട് പറഞ്ഞത് അതിനകത്ത്
ഈ കോൺക്രീറ്റ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ കമ്പികൾ കാണുന്നേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. വളരെ നേർത്ത തുരുമ്പെടുത്ത് അത് പോയിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു ചെറിയ മരച്ചില്ല വീണപ്പോഴേക്കും ഇത് പൊട്ടി തകർന്ന് തവിട് പൊടിയായി നിലത്തേക്ക് പതിച്ചത്. അപ്പോൾ അഴിമതി എവിടെ നിന്ന് തുടങ്ങുന്നു? ഈ പോസ്റ്റ് ഇട്ടത് ഈ LDF സർക്കാർ വന്നപ്പോഴാണോ? ഈ 9 വർഷത്തിനകത്താണ് ഈ പോസ്റ്റ് ഇട്ടത്. ഏത് സർക്കാരായാലും അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഭരണകൂടം ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഒരു കെട്ടിടം നമ്മൾ വയ്ക്കുന്നു. ആ കെട്ടിടത്തിൽ ഞാൻ പറയുന്നത് ഇപ്പം ഗുജറാത്തിൽ തന്നെ ഒരു പാലം ഇടിഞ്ഞു വീഴുന്നു. ഓടിക്കൊണ്ടിരുന്ന ഒരു പാലം ഇടിഞ്ഞു വീഴുന്നു. ആ പാലത്തിൻ്റെ ബലക്ഷയം 40 വർഷത്തിന് മുമ്പേ പണിത ഒരു ഇതാണ് പാലമാണ്. ആ പാലം ഇടിഞ്ഞു വീഴുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ചില സമയങ്ങളിൽ ചിലത് വരുമോ രോഹിണി, അതെല്ലാം അഴിമതിയാണെന്ന് നിങ്ങൾ എങ്ങനെ പറയുന്നത്? അതെ, യാത്രയ്ക്ക് മുഖ്യമന്ത്രിയുടെ ബസ് കടന്നു പോകാൻ എല്ലാ മതിലുകളും ഇടിച്ചല്ലോ വളരെ നേരത്തെ തന്നെ. ആ ബസ്സിൽ നിന്ന് നേരെ വേദിയിലേക്ക് ഇറങ്ങത്തക്കവണ്ണമുള്ള സൗകര്യം ഒരുക്കിയല്ലോ. അതിനൊന്നും ഒരു കാലതാമസവും ഉണ്ടായില്ലല്ലോ. ശ്രീ ജയസൂര്യൻ, മാറി മാറി പഴിചാരുന്നത് മാത്രമാണ് കാര്യക്ഷമമായി നടക്കുന്നത്. തുടർന്ന് ന്യായീകരണവാദങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ധനസഹായം പ്രഖ്യാപിക്കൽ, അവിടെ അങ്ങ് തീരുകയും ഒതുങ്ങുകയുമാണ് എല്ലാ ദുരന്തങ്ങളും. ശ്രീ രോഹിണി, ഇവിടെ ഇടതുപക്ഷം സ്ഥിരമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ ആരോഗ്യ മേഖലയുടെ മഹത്വം. ഇവിടുത്തെ ആരോഗ്യ മേഖലയുടെ മഹത്വത്തിന് ആദ്യം നന്ദി പറയേണ്ടത് കേരളം ഭരിച്ച, ജനാധിപത്യം വരുന്നതിന് മുമ്പ് കേരളം ഭരിച്ച മഹാരാജാക്കന്മാരോടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നന്ദി പറയേണ്ടത് കേരളത്തില് ധാരാളം ആശുപത്രി ശൃംഖലകൾ തന്നെ സൃഷ്ടിച്ച ഇവിടുത്തെ ക്രൈസ്തവ സഭാ മാനേജ്മെന്റുകളോടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നന്ദി പറയേണ്ടത് കേരളത്തിലെ സ്വകാര്യ ആരോഗ്യ മേഖലയാണ്. അതായത് ആശുപത്രി ആണെങ്കിലും ക്ലിനിക്ക് ആണെങ്കിലും എന്തു തന്നെയാണെങ്കിലും. ഇവിടെ ഭരണപക്ഷം എന്നുള്ളത് മഹാരാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ആശുപത്രി സംവിധാനങ്ങളെ തച്ച് തകർക്കുകയല്ലാതെ ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഉണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയണം. അതായത് മഹാരാജാക്കന്മാരുടെ കാലത്ത് സർക്കാർ ആശുപത്രികളിൽ പുറത്തേക്ക് മരുന്ന് കുറിച്ച് കൊടുക്കുമായിരുന്നില്ല. മഹാരാജാക്കന്മാരുടെ കാലത്ത് സർക്കാർ ആശുപത്രികളിൽ ലാബ് സംവിധാനങ്ങൾ ഭംഗിയായി പ്രവർത്തിച്ചിരുന്നു. ഒരിക്കലും പുറത്തേക്ക് കുറിച്ച് ലാബ് ടെസ്റ്റ് നടത്തുമായിരുന്നില്ല. മഹാരാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ആശുപത്രികളിൽ ഭക്ഷണം സൗജന്യമായിട്ട് കൊടുക്കാൻ പിരിവെടുക്കേണ്ടി വരുമായിരുന്നില്ല. മഹാരാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ ആശുപത്രി എന്ന് പറയുന്നത് ധർമാശുപത്രി ആയിരുന്നു. മനുഷ്യനെ പിടിച്ചു പറിക്കുമായിരുന്നില്ല. ഇപ്പൊ ജനാധിപത്യമല്ലേ, ഇവരല്ലേ ഭരിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതിന് പുറമെ ജനാധിപത്യം വന്നപ്പോൾ ഇവിടെ ഉണ്ടായത് എന്താണ്? ഇവിടെ ധാരാളം സ്വകാര്യ ആശുപത്രികൾ ഉണ്ടായി. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ മുതൽ ക്ലിനിക്കുകൾ വരെ ഉണ്ടായി. ഇത്രയധികം ഹോമിയോ ക്ലിനിക്കുകളുള്ള മറ്റൊരു പ്രദേശം ലോകത്തൊരിടത്തും ഇല്ല. എല്ലാ ഗ്രാമങ്ങളിലും ഹോമിയോ ക്ലിനിക്കുകളുണ്ട്. ഇപ്പോ നോക്കൂ, ഓരോ 500 മീറ്റർ കഴിയുമ്പോഴും ഓരോ ദന്താശുപത്രികളുണ്ട്. ഇപ്പോൾ ഏതൊരു പ്രദേശത്ത് എന്ന് നോക്കിയാലും ചെറിയ ടൗണിൽ പോലും കൃത്യമായിട്ടുള്ള ലാബ് സംവിധാനങ്ങൾ സ്വകാര്യ മേഖലയിൽ വലിയ നെറ്റ്വർക്കായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ സർക്കാരിൻ്റെതെന്ന് പറയാൻ ഏത് കാര്യമാണ് ആരോഗ്യ മേഖലയിലുള്ളത്? എന്നിട്ട് ഇതെല്ലാം വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ നീതി ആയോഗോ കൊടുക്കുന്ന അംഗീകാരം ഞമ്മന് കിട്ടിയ അംഗീകാരമാണെന്ന് പറയുന്നത് പോലെ എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കാനല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം സ്വന്തമായി ചെയ്തിട്ട് അത് ഉയർത്തി കാണിച്ചിട്ട് ഇത് ഞങ്ങൾ ചെയ്തു എന്ന് പറയാൻ കേരളം ഭരിക്കുന്ന ഭരണകൂടത്തിന് കഴിയാറുണ്ടോ? കാരണം അവരുടെ കോൺട്രിബ്യൂഷൻ അതില്ല. ഉള്ളത് നശിപ്പിക്കുക അല്ലാതെ മറ്റൊരു കോൺട്രിബ്യൂഷനും ആരോഗ്യരംഗത്ത് ചെയ്യുന്നില്ല. പിന്നെ വികസനം കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ആ വികസനം കൊണ്ടുവരുന്നത് എവിടെ നിന്നാ? എല്ലാ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളും പേരു മാറ്റി ഞങ്ങളുടേതാണെന്ന് ഉളുപ്പും നാണവും ഇല്ലാതെ പ്രഖ്യാപിക്കുമ്പോഴാണ് വികസനം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതല്ലേ, ഹൈവേ നോക്കൂ, അമേരിക്ക പോലെയല്ലേ ഈ ഹൈവേ എന്നാ മുഖ്യമന്ത്രി പണിതാണോ? അത് വരാതിരിക്കാനുള്ള പണിയല്ലേ മുഖ്യമന്ത്രി നോക്കിയത്? ഇവിടെ ട്രെയിൻ വന്നാലും ഹൈവേ വന്നാലും എയർപോർട്ട് വന്നാലും സീപോർട്ട് വന്നാലും എന്ത് പുരോഗതി കൊണ്ടുവരുമ്പോഴും അതിനെതിരെ സമരവുമായിട്ട് ചാടി പുറപ്പെടുകയും അവസാനം അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇവിടെ മറ്റ് വികസനങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ അതൊക്കെ ഞങ്ങളുടേതാണെന്ന് അവകാശപ്പെടുകയും അല്ലാതെ സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ എവിടെയാ പണം? മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും 10 വർഷം കൂടുമ്പോൾ ശമ്പളം കൂട്ടിക്കൊടുക്കുന്നു. ഇവിടെ 5 വർഷം കൂടുമ്പോൾ ശമ്പളം കൂട്ടിക്കൊടുക്കുന്നു. പ്രധാനമന്ത്രിക്കില്ലാത്ത ശമ്പളമാണ് ഇവിടുത്തെ PSC മെമ്പർക്ക് കൊടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് ഇത് അറിഞ്ഞെങ്കിൽ ചിലപ്പോൾ ഇവിടെ വന്ന് PSC മെമ്പർ ആകാൻ ശ്രമിക്കുമായിരിക്കും. കാരണം പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ ശമ്പളം PSC മെമ്പർമാർക്ക്. അതായത് അമേരിക്കയുടെ ഒപ്പം ജനസംഖ്യയുള്ള ഈ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് PSC മെമ്പർമാർ 6 പേര്, ഇവിടെ 21 പേര്. അതുപോലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് 2 വർഷം കഴിഞ്ഞാൽ അവരൊക്കെ ആജീവനാന്ത പെൻഷന് ആനുകൂല്യം മേടിക്കുക.
ഇത്ര വലിയ കൊള്ള നടക്കുന്ന ഒരു പ്രദേശമുണ്ടോ? എന്നിട്ട് ജനങ്ങളുടെ ആവശ്യം വരുമ്പോൾ പെൻഷൻ കൊടുക്കാൻ, ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കാശില്ല, ആശുപത്രി മരുന്ന് മേടിക്കാൻ കാശില്ല, ഇലക്ട്രിക് ലൈൻ പൊട്ടി വീഴാതെ കെട്ടിവെക്കാൻ കാശില്ല, എന്നിട്ട് ജനം പിടഞ്ഞ് മരിക്കുകയാണ്. അപ്പൊ എന്താണ് ഇവിടെ നടക്കുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു നാണവുമില്ലാതെ ഉളുപ്പുമില്ലാതെ ഇതൊക്കെ ചെയ്തിട്ട് ഇവർക്കറിയാം ഇലക്ഷൻ വരുമ്പോൾ ഒരു കിറ്റ് അങ്ങ് കൊടുത്താൽ മതി, അപ്പൊ എല്ലാം തീരും. ഈ ക്ഷേമ പെൻഷൻ എന്താ കൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ക്ഷേമ പെൻഷൻ കൊടുക്കാതെ പിടിച്ചു വെച്ച് ഇലക്ഷന് തൊട്ട് മുമ്പ് ഒരു 2-4 മാസത്തെ ക്ഷേമ പെൻഷൻ ഒന്നിച്ച് കയ്യിലോട്ട് കൊടുത്താൽ വലിയൊരു തുക കൈ കിട്ടി, സന്തോഷമായി. കൂടെ ഒരു കിറ്റും കൂടെ കിട്ടിയാൽ അതിനേക്കാൾ വലിയ സന്തോഷമായി. ഇത്തവണത്തെ കിറ്റിനകത്ത് ഇനി മയക്കുമരുന്നും മദ്യവും കൂടെ ചേർക്കണം എന്നുള്ളതായിരിക്കും അടുത്ത നോക്കുന്നത്. എങ്ങനെ സന്തോഷിപ്പിക്കാം എന്നുള്ളത്. അപ്പൊ ആ തരത്തിലുള്ള പ്രീണനമല്ലാതെ എന്താണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത്? കേരള സർക്കാരിന്റെ കയ്യിലുള്ള പൈസ മുഴുവൻ ഇവിടെ ശമ്പളം കൊടുക്കാൻ തികയുന്നില്ലല്ലോ. ഇവിടെ DA കുടിശ്ശിക എവിടെ കിടക്കുന്നത്? ഇത് ഏതേലും കാലത്ത് കൊടുത്തു തീർക്കാൻ പറ്റുമോ? ഒരു കാലത്തും കൊടുത്തു തീർക്കാൻ വയ്യാത്ത രീതിയിൽ DA കുടിശ്ശിക വരികയും KSRTC പോലെയുള്ള മേഖലകൾ സ്വകാര്യവൽക്കരിക്കുകയും ഇപ്പം സ്വിഫ്റ്റ് കമ്പനിയാക്കി മാറ്റി ഡെയിലി കൊടുക്കുന്ന പണമല്ലാതെ യാതൊരു ആനുകൂല്യവും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടുകയില്ല, സ്വിഫ്റ്റിന് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ KSRTC സ്വകാര്യവൽക്കരണത്തിനെതിരെയാണ് ഇവിടെ മുദ്രാവാക്യം, സമരം. അമേരിക്കക്കെതിരെയാണ് സമരം, കുത്തക കമ്പനികൾക്കെതിരെയാണ് സമരം. എന്നിട്ട് CPM ഭരിക്കുന്ന സംസ്ഥാനത്ത് ഏറ്റവും ജനകീയമായിരുന്ന KSRTC, മഹാരാജാവിന്റെ കാലത്ത് മഹാരാജാവ് തുടങ്ങി നന്നായിട്ട് നടത്തിരുന്ന KSRTC തല്ലിപ്പൊളിച്ച് നാനാവിധമാക്കി ഇപ്പൊ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുകയാണ്. ഇതല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നെല്ല് സംസ്കരണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണം പോലും കർഷകന് കൊടുക്കാതെ അവന് കൊടുക്കുന്ന പണം വായ്പയാക്കി മാറ്റി ആ വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയെന്നും പറഞ്ഞ് അവന്റെ സിവിൽ സ്കോർ കളഞ്ഞ് കർഷകൻ ആത്മഹത്യ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനം ഈ ഇന്ത്യ മഹാരാജ്യത്ത് കാണിക്കാൻ പറ്റുമോ? എന്താണ് കേന്ദ്രം കൊടുക്കുന്ന പണം ഇവരുടെ കയ്യിലോട്ട് കൊടുത്താൽ അതുവരെ തിരിമറി നടത്തുകയാണ്. കേന്ദ്രം ഓരോ തവണയും നെല്ലിന്റെ സംഭരണ വില കൂട്ടുമ്പോൾ കുറച്ച് അത് ഇടുകയാണ്. ഇതല്ലേ കർഷകനോടുള്ള സമീപനം? അതുപോലെ കാട്ടിൽ കിടക്കുന്ന മൃഗങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും ജീവിത വ്യവസ്ഥയും കൊടുക്കാൻ വേണ്ടി 77 കോടി എല്ലാ വർഷവും കേന്ദ്രം കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ എന്താ ചെയ്ത്? 2 ജീപ്പ് മേടിച്ചു, ബാക്കി ലാപ്സാക്കി കളഞ്ഞു. 5 വർഷം കൂടുമ്പോൾ 600 കോടി രൂപയുടെ വനം പാക്കേജ് ഉണ്ട്, അതും ലാപ്സാക്കി കളഞ്ഞു. അങ്ങനെ ലാപ്സാക്കി കളയുന്നത് കൂടാതെ ധിക്കാരവും അഹങ്കാരവും കൊണ്ട് കളയുന്ന പൈസ 2856 കോടിയാണ്. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നുള്ള മന്ദിർ എന്ന് പറയുന്നത് കാവ്യവൽക്കരണവും ഹിന്ദു വർഗീയമാണ്, ഞങ്ങൾക്ക് ആ പൈസ വേണ്ട എന്ന് പറഞ്ഞിട്ട് 2856 കോടി രൂപ വെറുതെ കളഞ്ഞു. എന്നിട്ട് അവസാനം ഡോക്ടർക്കും തൂപ്പുകാരനും ശമ്പളം കൊടുക്കാനില്ലാതെ വന്നപ്പോ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർന്നും മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചു. എന്നിട്ട് പറയാ പണ്ട് ലാപ്സായ പൈസ ഇപ്പൊ ഇങ്ങ് തന്നേരുന്നു. ഇതല്ല ഇവിടുത്തെ ഭരണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഭരണത്തിന്റെയും അഹങ്കാരത്തിന്റെയും മുച്ചൂടും രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ശത്രുതയുടെ ഭരണം ആരാ ഇതിന്റെ ഫലം അനുഭവിക്കുന്നത്? അത് മാത്രമല്ല, ഓരോ ദുരന്തം ഉണ്ടാകുമ്പോഴും അത് രാഷ്ട്രീയവൽക്കരിക്കുകയാണ് എന്നുള്ള ഒരു പൊതുന്യായത്തിൽ നിന്നുകൊണ്ടാണ് ഓരോ വകുപ്പ് മന്ത്രിമാരും മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണനിർവഹണം വഹിക്കേണ്ടുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ കീഴിൽ താൽക്കാലിക ജീവനക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവിടെയൊന്നും കൃത്യമായി തന്നെ ഒഴിവുകൾ നികത്താതെ എല്ലായിടത്തും ഇങ്ങനെ തന്നിഷ്ടക്കാരെ തിരികെ കയറ്റുന്ന വെപ്രാളത്തിനിടയിൽ ഈ താൽക്കാലിക ജീവനക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സകല വകുപ്പുകളും. അവരൊക്കെ അത്രമാത്രം ആത്മാർത്ഥമായ ജോലിയെ കാഴ്ചവെക്കുകയുള്ളൂ. ഈ KSEBയിൽ തന്നെ എന്തുമാത്രം താൽക്കാലിക ജീവനക്കാരാണുള്ളത്. അവരാണല്ലോ സ്ഥിരം വീടുകളിൽ പോയി അതിന്റെ മീറ്റർ നോക്കുന്നതും പൈസ ഈടാക്കുന്നതുമെല്ലാം. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു താൽക്കാലിക ജീവനക്കാരെ കൊണ്ടുള്ള സംവിധാനം ഓടിക്കൽ മാത്രമായി നമ്മുടെ പല വകുപ്പുകളും മാറിയിരിക്കുകയാണ്. കാരണം അപ്പോഴാകുമ്പോൾ അവർക്ക് മറ്റ് ബെനിഫിറ്റ്സ് ഒന്നും കൊടുക്കണ്ടല്ലോ, റിട്ടയർമെന്റ് എന്നുള്ള ഒരു രീതിയേ വരുന്നില്ല. പ്രൊഫസർ റോണി കെ ബേബി, ഇവിടെ തേവലക്കര മിഥുന്റെ മരണത്തിൽ അനാവശ്യമായി പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുകയാണ് എന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ പ്രസ്താവന. പഞ്ചായത്ത് കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് എന്നുള്ള ചോദ്യവുമായി ഇതിനെ പ്രതിരോധിക്കുമ്പോൾ ഒരുപക്ഷെ പരസ്പരം പഴിചാരുന്ന രാഷ്ട്രീയ കളി മാത്രമായി മാറുകയാണോ കേരളത്തിൽ? പ്രതിപക്ഷം ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ മാത്രമല്ലേ വിമർശനാത്മകമായി പ്രതികരിക്കുന്നുള്ളൂ, അല്ലാതെ പ്രതിപക്ഷം അതിൻ്റെ നിർവഹണം കൃത്യമായി നടത്തുന്നുണ്ട് എന്നുള്ളത് തോന്നുന്നുണ്ടോ? ഇവിടെ ഈ തേവലക്കര സ്കൂളിലെ മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതുപോലും ഒരു രാഷ്ട്രീയ വിവാദമായി മാറിയത് എപ്പോഴാണ്? CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ആദ്യമേ ഒരു മുൻകൂർ ജാമ്യം എടുത്തു. ആ സ്കൂളിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് CPMന് ഒരു റോളുമില്ല, CPMന് ഒരു പങ്കുമില്ല. അത് തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സതീഷ് വസന്തും ആവർത്തിക്കുന്നത്.
നമുക്കറിയാം ഒരു സ്കൂളിലെ മാനേജർ ഇപ്പോൾ അയാൾക്ക് പാർട്ടിയുമായിട്ട് ബന്ധമില്ലെങ്കിൽ അയാൾ ഒരു 4-5 വർഷം ആ സ്കൂളിന്റെ മാനേജറായിരിക്കണം. പക്ഷെ ഈ സ്കൂളിന്റെ കാര്യം നോക്കുക, ആരാണോ ലോക്കൽ സെക്രട്ടറി ആയിരിക്കുന്നത് അയാൾ ആ ലോക്കൽ സെക്രട്ടറി കാലത്തേക്ക് മാത്രമാണ് ആ സ്കൂളിന്റെ മാനേജർ. അപ്പോൾ മാനേജറായിരിക്കുവാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുക എന്നതാണ് മാനേജറായിരിക്കുവാനുള്ള ക്വാളിഫിക്കേഷൻ. അതുതന്നെ വളരെ വ്യക്തമാണ് അത് പാർട്ടിയുമായിട്ടുള്ള ബന്ധം എന്നുള്ളത്. പിന്നെ അവിടെ ഉണ്ടായ ആരോപണം എന്താണ്? ഇത് വളരെ കൃത്യമായി തന്നെ ഡോക്യുമെന്റുകൾ കയ്യിലുണ്ട്. കാരണം പ്രഥമ അധ്യാപിക സമയബന്ധിതമായി തന്നെ അത് KSEB അറിയിച്ചിട്ടുണ്ട്. KSEB സമയബന്ധിതമായി തന്നെ ആ വിവരം സ്കൂൾ മാനേജ്മെന്റിനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ തീരുമാനം ഉണ്ടാകേണ്ടിയിരുന്നത് സ്കൂൾ മാനേജ്മെന്റ് ഭാഗത്തു നിന്നാണ്. അവരുടെ ഭാഗത്തു നിന്നും തീരുമാനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അവിടെ ആ ദുരന്തമുണ്ടായി. അതിനുശേഷം അവരുടെ ജോലി വളരെ കൃത്യമായി തന്നെ ചെയ്ത പ്രഥമ അധ്യാപികയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അതാണ് നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഡോക്ടർ ആരിഫ് ഹസൻ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാനുള്ള എല്ലാ നീക്കങ്ങളും വന്നപ്പോഴാണ് ബിന്ദു അവിടെ അപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്നത്. എല്ലാവരും ഉറപ്പായിരുന്നു ഈ ആരോഗ്യരംഗത്തെ പുഴുക്കുത്തുകൾ പുറത്തു കൊണ്ടുവന്ന ആ ഡോക്ടർക്കെതിരെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഏറ്റവും ജനകീയനായ ഡോക്ടർക്കെതിരെ, CPM-ന്റെ സഹയാത്രികനായ ഡോക്ടർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകുമായിരുന്നു. അതാണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ആര് ശ്രമിച്ചാലും അല്ലെ അവരവരുടെ ജോലിയും കൃത്യമായി തന്നെ ചെയ്താലും അവർക്കെതിരെ പോലും നടപടി എടുക്കുന്ന സാഹചര്യമാണ് നമ്മുടെ ഇപ്പോൾ പിന്നെ ഇവിടെ നിൽക്കുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട BJP-യുടെ വക്താവ് ജയസൂര്യൻ വക്കീൽ പറഞ്ഞ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. മഹാരാജാക്കന്മാരുടെ കാലത്തായിരുന്നു കേരളത്തിൽ എല്ലാം ഉണ്ടായിരുന്നത്, അതിനുശേഷം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്കറിയാം മാറി വന്ന സർക്കാരുകളൊക്കെ അവരെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരു കേരള വികസന മാതൃക എന്ന കൺസെപ്റ്റ് തന്നെ നമ്മുടെ ഇവിടെ ഉണ്ടായത്. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ സർക്കാർ അവർ നൽകുന്ന പ്രയോറിറ്റിയുടെ പ്രശ്നമാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ബജറ്റ് പദ്ധതികൾ ഒരുപാട് പ്രഖ്യാപിക്കുന്നുണ്ട്. ബജറ്റില് ഈ പറയുന്ന വകുപ്പുകൾ കൊണ്ടിട്ട് പണം അലോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ആക്ച്വൽ എക്സ്പെൻസ് എത്രയെന്നുള്ളതാണ് പ്രശ്നം. 44% കേരളത്തിലെ വിവിധ വകുപ്പുകളുടെ പദ്ധതി നിർവഹണം എന്ന് പറയുന്നത്. അനുവദിക്കപ്പെടുന്ന തുകയിൽ 50% പോലും ചെലവഴിക്കുന്നില്ല. എവിടേക്കാണ് ഈ ഫണ്ട് പോകുന്നത്? വകമാറ്റുകയാണ്. ആരോഗ്യ വകുപ്പിന് മാത്രം കഴിഞ്ഞ വർഷം 300 കോടി രൂപയുടെ ഫണ്ട് മാറ്റിയത്. ഈ സ്കൂളുകൾക്ക് മെയിൻ്റനൻസ് ഗ്രാന്റ് ആയിട്ട് കൊടുക്കുന്ന കേട്ടിട്ട് നമ്മൾ മൂക്കത്ത് വിരൽ വെക്കും. LP സ്കൂളാണെങ്കിൽ ഒരു കുട്ടിക്ക് 60 രൂപ, ഹൈസ്കൂളിലാണെങ്കിൽ UP സ്കൂളാണെങ്കിൽ ഒരു കുട്ടിക്ക് 80 രൂപ. ഇതാണ് ഇപ്പോൾ സർക്കാർ കൊടുക്കുന്ന മെയിൻ്റനൻസ് ഗ്രാന്റ്. 100 ഇപ്പൊ നമുക്ക് സർക്കാർ സ്കൂളുകളൊന്നും കുട്ടികളില്ല. 100 കുട്ടികളുള്ള ഒരു സ്കൂളാണെങ്കിൽ, ഒരു LP സ്കൂളാണെങ്കിൽ ഒരു വർഷം കിട്ടുന്ന മെയിൻ്റനൻസ് ഗ്രാന്റ് എത്ര? 6000 രൂപ. ഒരു ദിവസം പിന്നെ ഒരു ആശാരിക്കോ അല്ലെങ്കിൽ ഒരു മേസ്തിരിക്കോ ഒരു 2-3 ദിവസത്തേക്കുള്ള ശമ്പളം കൊടുക്കാൻ പോലും ആ പണം തികയില്ല. പിന്നെ ഇവരെ എവിടെ നിർത്തി ഈ പറയുന്ന സ്കൂളിനെ മെയിൻ്റനൻസ് നടത്തും? അത് നമ്മൾ കണ്ടു. ഉച്ചക്കഞ്ഞി വിതരണത്തിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് സുഭിക്ഷമായി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നല്ല പ്രഖ്യാപനമാണ്. എല്ലാം കൈയടിച്ച് പാസ്സാക്കി. അത് കഴിഞ്ഞപ്പോൾ പറയുന്നത് ഒരു കുട്ടിക്ക് കിട്ടുന്നത് 8 രൂപ. ഒരു മുട്ട മേടിക്കാൻ പോലും കമ്പളത്തിൽ പോയി മേടിക്കാൻ ആ പൈസ തികയില്ല. പിന്നെ എങ്ങനെയാണ് മുട്ടയും ചിക്കനും ഒക്കെ ഉൾപ്പെടെ സമൃദ്ധമായിട്ടുള്ള വിഭവം കൊടുക്കുന്നത്? ഇതാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഫണ്ട് മുഴുവൻ ഈ വരുന്ന ഗവൺമെന്റിന്റെ പ്രയോറിറ്റി മാറിയിരിക്കുന്നു. ഇപ്പൊ ഇവിടുത്തെ കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ആശുപത്രിയിൽ പോയാൽ കെട്ടിട്ട് ഇടിഞ്ഞ് വീണ് മരിക്കും, സ്കൂളിൽ പോയാൽ കറണ്ടടിച്ച് മരിക്കും, റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കുഴിയിൽ വീണ് മരിക്കും, അല്ലെങ്കിൽ പാക്കറ്റ് കടിച്ച് മരിക്കും. ആ അവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തിന്റെ പിന്നെ സാഹചര്യം കൃത്യമായി മാറി. ഇതെന്നത് ഭരിക്കുന്നവർക്ക് ഒരു നട്ടൽ വേണം, ഇച്ഛാശക്തി വേണം. ഇവിടെ അങ്ങനെ ഒരു സംവിധാനമില്ല. ഇത് മുഴുവൻ കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇതിന്റെ കാര്യങ്ങൾ ഭരിക്കുന്നു. മന്ത്രിമാർ തമ്മിലുള്ള ഒരു കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രി ആണെങ്കിൽ എവിടെ പറയും നമ്പർ 1 ആണ് കേരളം. അമേരിക്കയിൽ നിന്ന് ട്രംപ് പോലും വിളിച്ച് അന്വേഷിച്ച് നമ്മുടെ ആരോഗ്യരംഗത്തെ കുറിച്ച് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി നേരെ വിമാനം കയറി പോകുന്നു അമേരിക്കയ്ക്ക് ചികിത്സിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതൊക്കെ മാത്രമേ വേണ്ട. നമ്പർ 1 ആണ് കേരളം എന്ന് പറഞ്ഞാൽ ആ മുഖ്യമന്ത്രി കേരളത്തിൽ ചികിത്സയുള്ള ഇച്ഛാശക്തി കാണിക്കണം. ഇവിടെ ജയസൂര്യ മക്കളോട് ഞാൻ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കട്ടെ. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചപ്പോൾ കേരളത്തിൽ 14 ജില്ലകളിൽ പുതിയ മെഡിക്കൽ കോളേജുകൾ അനുവദിച്ചില്ലേ? എല്ലാ കേരളത്തിലും എല്ലാ മെഡിക്കൽ കോളേജുകളിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കുകൾ അനുവദിച്ചു. കാരുണ്യ പദ്ധതി അംഗീകരിക്കാം. എത്രയോ പാവങ്ങളുടെ, ലക്ഷക്കണക്കിന് പാവങ്ങളുടെ രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്ക്. കണ്ണീരൊപ്പ് ഈ പറയുന്ന കാരുണ്യ പദ്ധതി എല്ലാം അട്ടിപ്പറിക്കപ്പെട്ടില്ലേ? അപ്പോൾ ഇത് ഞാൻ വളരെ വേദനയോട് തന്നെ പറയാം. ഈ ഗവൺമെന്റിന് ദിശാബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇച്ഛാശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു, ഉദ്യോഗസ്ഥന്മാരെ ചെൽപ്പിടിക്ക് നിർത്തുവാനുള്ള ത്രാണി നഷ്ടപ്പെട്ടിരിക്കുന്നു. കുത്തഴിഞ്ഞ സംവിധാനമായി കേരളത്തിന്റെ അവസ്ഥ മാറിയിരിക്കുന്നു. അതാണ് വഴി പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഒരു പേപ്പട്ടി കടിച്ചാൽ, ഒരു പട്ടി കടിച്ചാൽ, ഒരു മൃഗം കടിച്ചാൽ നേരെ പോയി ആശുപത്രി എടുത്ത് 3 ഇഞ്ചക്ഷൻ എടുത്താൽ നമ്മൾ സേഫ് ആണ്. എല്ലാവരും ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. നമ്മൾ പോയി 3 കുത്തിവയ്പ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ കുത്തിവയ്പ്പെടുത്തി കഴിഞ്ഞാൽ എത്ര ദിവസം മരിക്കുമല്ലോ ആകാംക്ഷയുടെ ആ ടെൻഷൻ കൊണ്ട് തന്നെ മരിച്ചു പോകുന്ന അവസ്ഥയാണ്. കുത്തിവയ്പ്പ് എടുത്തു, ഞാൻ ഇന്ന് മരിക്കും, നാളെ മരിക്കും. കാരണം കേൾക്കുന്ന കണക്ക് മൊത്തം എത്രയാ? ഞാൻ പറഞ്ഞു 2022 ശേഷം 24 ആളുകളാണ് ഈ പറയുന്ന വാക്സിൻ എടുത്തിട്ട് മരണപ്പെടുന്ന സാഹചര്യം. നമുക്ക് എന്ത് ഗ്യാരണ്ടി ഉള്ളത്?
നമ്മുടെ ജീവനും സ്വത്തിനും ഒന്നും ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത അവസ്ഥയിലേക്ക്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി മാത്രം ചൂണ്ടിക്കാണിച്ചോട്ടെ. ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യം വളരെ കറക്റ്റാ. കഴിഞ്ഞ വർഷം PSC വഴി നടന്ന നിയമനം എത്രയാ? ഒരു 18,000 നിയമനങ്ങളാണ് നടന്നത്. കഴിഞ്ഞ 8 വർഷം കൊണ്ട് ഇവിടെ നടന്ന പിൻവാതിൽ നിയമനങ്ങൾ 1,80,000. കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ നിയമനം VN വാസവൻ എന്ന് പറയുന്ന മന്ത്രിയുടെ ശുപാർശയിൽ അവിടെ CPM-കാരെ കുത്തി നിറച്ച 1000-ൽ പരം ആളുകളെയാ പിൻവാതിൽ വഴി കോട്ടയം മെഡിക്കൽ കോളേജിൽ ജയസൂര്യൻ മറ്റുള്ളവരെയും ഞാൻ കോട്ടയംകാരനാ. 1000-ന് മുകളിൽ പാർട്ടി സഖാക്കളെയാണ് അവിടെ കുത്തി നിറച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെ ഈ ആശുപത്രിയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകും? മുഴുവൻ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നു. LDF-ന് ഒരു നിമിഷം പോലും രാഷ്ട്രീയമായി പറയല, കേരളത്തെ മുന്നോട്ട് നയിക്കാനുള്ള എല്ലാ അവകാശവും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതാണ് ഈ ആവർത്തിച്ച് വരുന്ന ദുരന്തങ്ങൾ. ഈ ദുരന്തങ്ങളിൽ നിന്ന് മുതലെടുക്കുക എന്നുള്ളതൊന്നുമല്ല. പക്ഷെ ഇതൊക്കെ ഒരു ശരാശരി ഒരു മലയാളി ഈ നാടിനെ സ്നേഹിക്കുന്ന, ഈ നാട്ടിലെ ആളുകളുടെ സുഖദുഃഖങ്ങൾ വിഷമിക്കുന്ന നമ്മുടെ എല്ലാ പൊതുപ്രവർത്തകരും എല്ലാം ആശങ്കപ്പെടുത്തും. ഇങ്ങനെ നമ്മുടെ കേരളം ബീഹാറിനേക്കാൾ വേസ്റ്റായി മാറുമെന്ന് കാര്യത്തിൽ ഒരു സംശയമില്ല. അതെ, തീർച്ചയായും. ശ്രീ സതീഷ് വസന്ത്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ജീവനോടെ തിരിച്ചു വരുമോ എന്നുള്ളതിൽ ഒരു ഉറപ്പുമില്ലാത്തൊരു സാഹചര്യത്തിലേക്കല്ലേ കേരളത്തെ നിലവിലെ മന്ത്രിമാർ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്? രോഹിണി ഏത് കാലത്താണ്? ഞാനും രോഹിണിയൊക്കെ വീട്ടിൽ നിന്ന് വെളിയിറങ്ങിയാൽ തിരിച്ച് വീട്ടിൽ എത്തും. അതുപോലെ അല്ലാതെ നോക്കി നടന്നില്ലെങ്കിൽ കുഴിയിൽ വീഴും. അല്ല, ഞാൻ പറഞ്ഞത് ആകാശത്ത് നോക്കിയില്ലെങ്കിൽ ഏത് നിമിഷവും പൊട്ടി വീഴാവുന്ന വൈദ്യുതി കമ്പികൾ. അല്ല, തിരുവനന്തപുരത്ത് രോഹിണി ഞാനും ഒക്കെ നടക്കുന്നത് എവിടെയൊക്കെയാണ് കുഴികളുണ്ടെന്നൊന്ന് പരിശോധിക്കൂ. നമ്മളൊന്ന് നിങ്ങളെല്ലാം അടിച്ച് ഈ ആക്ഷേപിക്കുന്ന ഒരു ഇത് നിർത്തൂ. ബഹുമാനപ്പെട്ട നമ്മളെ BJP-യുടെ വക്താവ് പറയുന്നതായിട്ട്, അഡ്വക്കേറ്റ് ജയസൂര്യൻ പറയുന്നതായിട്ട്, നമ്മൾ ഓരോ പദ്ധതി ഉണ്ടായി, ആ പദ്ധതിയുടെ പേര് മാറ്റിക്കൊണ്ട് പുതിയ പദ്ധതി എന്ന് വെച്ചാൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നത്. അത് ആരാണ് നടത്തുന്നത്? ബഹുമാനപ്പെട്ട BJP-യുടെ വക്താവേ, നമ്മളാണോ? അല്ലല്ലോ. നിങ്ങൾ പറയുന്നതായിട്ട് ഇവിടെ ആരോഗ്യ മേഖലയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് തന്നിട്ടുള്ള ഏജൻസി നമുക്ക് 1-ാം നമ്പർ തന്നത് ആരാണ്? അത് കേന്ദ്ര ഗവൺമെൻറ്റിൽ വെച്ചിട്ടുള്ളതല്ലേ? അല്ലെങ്കിൽ ആ ഏജൻസി നിങ്ങൾ പിരിച്ചുവിടുക. നിങ്ങൾ പറയുന്ന ഏജൻസികളിലൊക്കെ പിരിച്ചുവിടുക. ഓരോ ആരോഗ്യ മേഖലയിലെയും അതുപോലെ തന്നെ ഓരോ മേഖലയിലും വച്ചിട്ടുള്ള ആ സെൻസസ് നിങ്ങൾ പിരിച്ചുവിടുക. നമ്മളല്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ നാഷണൽ ഹൈവേയിൽ എന്ന് പറയുന്നത് 3,200 കോടി ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടി കൊടുത്തിട്ടാണ് ഈ ഹൈവേകളെല്ലാം എടുത്തിട്ടുള്ളത്. അതിൻ്റെ ടെൻഡർ ആരാണ് കൊടുത്തിട്ടുള്ളത്? നമ്മളാണോ? സെൻട്രൽ ഗവൺമെൻറ് അല്ലേ? ആ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ ഹൈവേകളിലൊക്കെ ഇടിഞ്ഞു വീഴുന്നത് നമ്മളെ കുറ്റം കൊണ്ടാണോ? നിങ്ങൾ കൊടുത്തിട്ടുള്ള എന്റെ സാറേ, എങ്ങനെയാണ് എന്റെ വക്കീലെ എങ്ങനെയാണ് നമ്മൾ മേൽനോട്ടം വഹിക്കുന്നത്? നിങ്ങൾ കൊടുത്തിട്ടുള്ള ടെൻഡറാണ്, നിങ്ങൾ കൊടുത്തിട്ടുള്ള കരാറ് ഉപകരാറായിട്ട് വേറെ ഒക്കെ കൊടുത്തിട്ട് അവർ കൊടുത്തിട്ടുള്ള സംവിധാനമാണ്. അല്ല, നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നമുക്കെന്താ അധികാരം? നമ്മൾ തെറ്റായിട്ടുള്ളത് ഞാൻ പറഞ്ഞേട്ടാ. അവിടെയാണ് നിങ്ങൾ ഈ അഴിമതി കാണിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞേട്ടെ. അപ്പൊ ഈ നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള എവിടെയാണ് അഴിമതി കാണിക്കുന്നത്? നമുക്ക് അധികാരം? സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു കരാർ ജീവനക്കാരിൽ നമുക്കെന്താ അധികാരം? നിങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പാണ് നാഷണൽ ഹൈവേയുടെ പണിയുടെ മേൽനോട്ടം വഹിക്കേണ്ടത്. എന്റെ വക്കീലെ ആ കരാർ കൊടുത്തിട്ടുള്ളത് നമ്മളാണോ? അത് സെൻട്രൽ ഗവൺമെന്റ് ആണോ കൊടുത്തത്? നാഷണൽ ഹൈവേ അതോറിറ്റി ആണോ കൊടുത്തിട്ടുള്ളത്? അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ കൊടുത്തിട്ടുള്ളത്? ഹൈക്കോടതി പരാമർശമുണ്ടായി. വേറൊരു കാര്യമാണ്. നടത്തിയിട്ടില്ല. എല്ലാ ഓടകളും പണ്ട് ബഹുമാനപ്പെട്ട വക്കീല് പറയുന്ന കേട്ടു, പണ്ട് രാജഭരണത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഒന്നും വികസനം. എൻ്റെ സഹകരണ വക്കീലെ, പണ്ട് ഉന്തുവണ്ടി ഉണ്ടായിരുന്നു, കാളവണ്ടി ഉണ്ടായിരുന്നു, അതെല്ലാം ഇന്ന് കേരളത്തിലൂടെ ഉണ്ടോ? നിങ്ങൾ രാജതലസ്ഥാനമായ ഡൽഹിയിൽ ഇന്നുകൊണ്ട് അവിടെ ജനങ്ങളിൽ അവിടെ കാളവണ്ടിയുണ്ട്, കുതിരവണ്ടിയുണ്ട്, റിക്ഷകളുണ്ട്, ഉന്തുവണ്ടിയുണ്ട്. കേരളത്തിൽ ഡൽഹി പോയി നേരിട്ട് കാണുക, ഡൽഹി കണ്ടിട്ട് അല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ ആയിരുന്നു. ഞാൻ ഇത് പറഞ്ഞു നിങ്ങൾ പറയും. അല്ല, ഡൽഹിയിൽ ഇല്ലേ? ഡൽഹിയിൽ ഇതെല്ലാം ഉണ്ടെന്നേ. അല്ല, ഞാൻ വക്കീലിന് ഫോട്ടോ വീഡിയോ എടുത്ത് അയച്ചു തരാം.
കേരളത്തിൽ എവിടെയെങ്കിലും കാളവണ്ടിയോ ഉന്തുവണ്ടിയോ അല്ലെങ്കിൽ റിക്ഷയോ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പം ഈ ഹോസ്പിറ്റലെല്ലാം മാറ്റിയിട്ടുള്ളത് ഇലക്ട്രിക് വണ്ടികളാ, ഇലക്ട്രിക് റിക്ഷയാണ് ഓടുന്നത്. ശരി ശരി, നമ്മുടെ സമയം കഴിയുകയാണ്. ശ്രീ സതീഷ് വസന്ത്, നേരത്തെ താങ്കൾ ശിശുമരണങ്ങൾ ഏറ്റവും കുറവ് കേരളത്തിലാണ് എന്ന് പറയുകയുണ്ടായി. വയനാട് പൊലിയുന്ന ജനിച്ച കുഞ്ഞുങ്ങളുടെ കണക്കുകൾ അതിശയിപ്പിക്കുന്നതാണ്. അതും കൂടി ഓർക്കുക. കാരണം അതെല്ലാം മാൽന്യൂട്രീഷന്റെ ഭാഗമായിട്ടാണ് ആ പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ മരണപ്പെടുന്നത് എന്നുള്ളതാണ്. ശരി, ഏറ്റവും കൂടുതൽ വീടുകളിൽ പ്രസവം നടക്കുന്ന ഒരു ജില്ല കൂടിയുണ്ട്, അതുകൂടി എടുത്തു പറയുകയാണ്. ശരി ശരി ശരി, സമയക്കുറവ് കൊണ്ടാണ്. എന്തായാലും ഈ സിസ്റ്റം ഒക്കെ എപ്പോൾ പരിഹരിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് സാധാരണക്കാർ ഉറ്റുനോക്കുന്നത്. ജനം സൺഡേ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.